God convicts us of our sin. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ദൈവം നമുക്ക് ബോധം വരുത്തുന്നു. The Holy Spirit convicts us of our sins. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്നു. We see in John 16:8. യോഹന്നാൻ 16:8 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. When he comes, he will convict the world of its sin, പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും of God's righteousness and of the coming judgment. നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. God doesn't want us to live in sin, നമ്മൾ പാപത്തിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. but he wants us to get rid of the things that displease him. എന്നാൽ ദൈവത്തെ അപ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. To get rid of those things, we need to identify what is displeasing God. ദൈവത്തെ അപ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. If we leave it up to our own thoughts, നമ്മൾ സ്വന്തം ചിന്തകൾക്കനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ we'll only go behind what feels good. നമുക്ക് നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ. അതിന്റെ പിന്നാലെ നമ്മൾ പോകും. What gives us pleasure at that time? ആ സമയത്ത് നമുക്ക് എന്താണോ സന്തോഷം പകർന്നു നൽകുന്നത്? We may think that what we are doing is keeping us happy, so what is wrong in that? നമ്മൾ ചെയ്യുന്നത് നമുക്ക് സന്തോഷം പകർന്നു നൽകുന്നു. അത് ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. To identify what is displeasing God, we need the conviction of the Holy Spirit. ദൈവത്തെ അപ്രീതിപ്പെടുത്തുന്നത് എന്തെല്ലാമാണെന്ന് തിരിച്ചറിയുന്നതിനെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തേണ്ടത് ആവശ്യമാണ്. The Holy Spirit works through our conscience to make us aware of our sins. നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മെ ബോധപ്പെടുത്തുന്നതിനെ നമ്മുടെ മനസ്സാക്ഷിയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നു. In Romans 8, we see that the Holy Spirit will help us to stop sinning and do the things that please God. പാപം ചെയ്യുന്നത് നിർത്തുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമെന്ന് റോമർ 8 നമ്മൾ കാണുന്നുണ്ട്. When things like pride, jealousy, greed creep into our mind, അഹങ്കാരം, അസൂയ, അത്യാഗ്രഹം എന്നിങ്ങനെയുള്ള ദുർഗുണങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ, or when a relationship or a friendship is not right for us, അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമല്ലാത്ത ഒരു സൗഹൃദത്തിൽ അല്ലെങ്കിൽ ബന്ധത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, or what we are watching or listening to is corrupting our mind, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ മലിനീകരിക്കുന്ന എന്തെങ്കിലും നമ്മൾ കേൾക്കുമ്പോൾ, എന്തെങ്കിലും നമ്മൾ കാണുമ്പോൾ, when the words that we use are blocking our നമ്മൾ blessing, ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതിനെ തടസ്സം the സൃഷ്ടിക്കുന്നു. Holy Spirit convicts us and tells us that it's wrong പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്നു, അതെല്ലാം തെറ്റാണെന്ന്, and helps us to not make those mistakes. അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. When the Holy Spirit convicts us, പരിശുദ്ധാത്മാവ് നമ്മിൽ പാപബോധം ഉണർത്തുമ്പോൾ He does not judge us and say you're going to hell. ആത്മാവ് നമ്മെ കുറ്റം വിധിക്കുകയില്ല, നീ നരകത്തിലേക്ക് പോകുമെന്ന് നമ്മോട് പറയുകയില്ല. There is no hope for you. നിനക്ക് യാതൊരു പ്രത്യാശയുമില്ലെന്ന് ആത്മാവ് നമ്മോട് പറയുകയില്ല. No, my dear friends. സ്നേഹിതന്മാരെ, അങ്ങനെ പറയില്ല. The Holy Spirit convicts us so that we can go to heaven, പരിശുദ്ധാത്മാവ് നമ്മിൽ പാപബോധം ഉണർത്തുന്നതുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനാകും. so that we'll be pleasing in the eyes of God, അതുകൊണ്ട് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിക്കും. so that we'll live a holy life. അതുകൊണ്ട് നമ്മൾ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യും. That is what God wants, അതാണ് ദൈവത്തിന്റെ ആവശ്യം. for His children to be തന്റെ righteous, മക്കൾ നീതിയോടെ ജീവിക്കണമെന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. for His children to be holy. തന്റെ മക്കൾ വിശുദ്ധിയോടെ ജീവിക്കണം, അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. You may say, I'm a young person, I have 40 years to go. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ഒരു യൗവനക്കാരനാണ്, ഇനിയും 40 വർഷം എനിക്ക് മുന്നോട്ട് പോകാനുണ്ട്. At the end of my life, I will leave everything, ask sorry to God, and then live a holy life. എന്റെ ജീവിതാന്ത്യത്തിൽ ഞാൻ ദൈവത്തോട് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കും, പിന്നീട് വിശുദ്ധമായ ജീവിതം നയിക്കും. And then I'll go to heaven. അങ്ങനെ ഞാൻ സ്വർഗത്തിലേക്ക് പോകുകയും ചെയ്യും. Until then, let me enjoy. അതുവരെ ഞാൻ ഈ ലോക ജീവിതം ആസ്വദിക്കട്ടെ. Let me do what keeps me happy. എനിക്ക് സന്തോഷം നൽകുന്ന സകല കാര്യങ്ങളും ഞാൻ ചെയ്യട്ടെ. My dear friends, എന്റെ പ്രിയ സ്നേഹിതന്മാരെ, at this age itself, ഈ പ്രായത്തിൽ തന്നെ God wants to live a close life with you and wants you to be holy. ദൈവം നിങ്ങളോട് അടുത്ത് ജീവിക്കണമെന്നും നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധരായി തീരണമെന്നും ആഗ്രഹിക്കുന്നു. He cannot be where sin is. പാപമുള്ളയിടത്ത് ദൈവത്തിന് വസിക്കുവാൻ സാധിക്കില്ല. He cannot be in a heart
which is full of sin. പാപത്താൽ നിറഞ്ഞ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കുവാൻ സാധിക്കില്ല. That is why he wants you to get rid of those sins so that he can live with you and show his power through you. വിടുതൽ നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളോടൊപ്പം വസിക്കുവാനും നിങ്ങളിലൂടെ തന്റെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും He doesn't want anything to come between you and him. നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ മറ്റൊന്നും വരരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. And if we sin, it will come right between you and God. നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ ആ പാപം നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ വന്ന് നിൽക്കും. That is why he sends his Holy Spirit to convict us of our sin, to leave it behind and go back to Jesus. അതുകൊണ്ടാണ് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയക്കുന്നത്. അങ്ങനെയെങ്കിൽ പാപം ഉപേക്ഷിക്കുവാനും ദൈവത്തെ അനുഗമിക്കുവാനും നമുക്ക് കഴിയും. So he will tell you what you are doing is wrong. Ask for forgiveness and don't do it again. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ ദൈവത്തോട് പാപക്ഷമ യാചിക്കുവിൻ. He wants to be close to you. ദൈവം നിങ്ങളോട് അടുത്ത് ജീവിക്കുവാൻ അത്യധികം ആഗ്രഹിക്കുന്നു. That is why he is convicting you. അതുകൊണ്ടാണ് ദൈവം പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുത്തുന്നത്. So what did Jesus do when he was tempted by sin? പാപം നിമിത്തം യേശു പരീക്ഷിക്കപ്പെട്ടപ്പോൾ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? In Matthew 4 we see മത്തായി 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, the devil tempted Jesus during his fasting. യേശു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ പിശാച് യേശുവിനെ പരീക്ഷിക്കുന്നു. When Jesus was fasting, the devil said, "Turn these stones to bread and you eat them." യേശു ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാച് യേശുവിനോട് പറഞ്ഞു, ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കാം. If you're the son of God, you'll have all the power to do it. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ അതെല്ലാം ചെയ്യുവാൻ നിനക്ക് ശക്തി ഉണ്ടായിരിക്കുമല്ലോ. Why should you be hungry when you have power? നിനക്ക് ശക്തിയുള്ളപ്പോൾ നീ എന്തിനാണ് വെറുതെ വിശന്ന്? Turn the stones to bread and have it. നീ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കാം, പിന്നീട് അതെടുത്ത് നീ The devil wanted to test God by asking Jesus to throw himself from a high point. ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് ചാടുവാൻ യേശുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കുവാൻ പിശാച് ആഗ്രഹിച്ചു. The devil said the angels will come and help you. പിശാച് യേശുവിനോട് പറഞ്ഞു, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ തങ്ങളുടെ കൈകളിൽ നിന്നെ വഹിച്ചുകൊള്ളുമല്ലോ. And the devil even offered him the entire world full of riches and splendor. സമ്പത്തും മഹത്വവും നിറഞ്ഞ ലോകം മുഴുവൻ യേശുവിന് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് യേശുവിനെ പരീക്ഷിച്ചു. But what did Jesus say? എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? Away with me, Satan. യേശു പറഞ്ഞു, പിശാചേ എന്നെ വിട്ടു പോ. And Jesus quoted the scripture for every temptation that the devil brought. ഓരോ തവണയും പിശാച് യേശുവിനെ പരീക്ഷിച്ചപ്പോൾ യേശു വേദവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനോട് എതിർത്ത് നിന്നു. And the devil left him. ഒടുവിൽ പിശാച് യേശുവിനെ വിട്ട്. When the devil tempts us, it'll be so sweet. പിശാച് നമ്മെ പരീക്ഷിക്കുമ്പോൾ അത് വളരെ രസകരമായിരിക്കും. Just watch this movie only once. അവൻ നമ്മോട് പറയും, ഒരിക്കൽ മാത്രം നിങ്ങൾ ഈ മൂവി കാണൂ. Nobody will know. ആരും അതറിയില്ല. Talk to this person for one more day. Nobody will know. ഒരു ദിവസം കൂടി ഈ വ്യക്തിയോട് സംസാരിക്കൂ. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ആരും അത് അറിയുവാൻ പോകുന്നില്ല. Copy in this test for one time. Nobody will know. ഒരു തവണ ഈ പരീക്ഷയിൽ നിങ്ങൾ കോപ്പിയടിക്കൂ. ആരും അത് അറിയില്ല. Try this one time. Nobody will know. You'll feel so good. ഒരു പ്രാവശ്യം ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ആരും അത് അറിയില്ല. നിങ്ങൾക്ക് വളരെയധികം സുഖം തോന്നും. He'll speak so well and so sweet. അവൻ വളരെ മനോഹരമായി മാധുര്യമായി നിങ്ങളോട് സംസാരിക്കും. And we'll want to do it so bad. നമ്മൾ അതെല്ലാം ചെയ്യുവാൻ വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യും. But then, as Jesus said, എന്നാൽ യേശുക്രിസ്തു പറഞ്ഞതുപോലെ we should also say, "Away with me, Satan. നമ്മളും പറയണം, പിശാചേ നീ എന്നെ വിട്ടു പോ. Get away from me. നീ എന്നെ വിട്ടു പോ. I'm the child of God. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. I don't want anything to come between me and Jesus." എനിക്കും യേശുവിനും ഇടയിൽ യാതൊന്നും വരരുതെന്ന് ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു. The Holy Spirit will remind you of His word പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും. and give you the strength to overcome the temptation. പ്രലോഭനങ്ങളെ കീഴടക്കുവാനുള്ള ശക്തി ആത്മാവ് നിങ്ങൾക്ക് നൽകും. And your relationship with God will be more sweeter than the pleasures of this world. ദൈവത്തോടൊപ്പമുള്ള നിങ്ങളുടെ ബന്ധം ഈ ലോകത്തിലെ മോഹങ്ങളെക്കാൾ വളരെ വളരെ മാധുര്യമേറിയതായിരിക്കും. You'll have a unique peace more than what the world can offer. ലോകത്തിന് നൽകുവാൻ കഴിയുന്നതിനേക്കാൾ വലിയ അനന്യമായ ഒരു സമാധാനം നിങ്ങൾക്കുണ്ടാകും.
You'll feel so much more satisfied than all the pleasures of the world combined. ഈ ലോകത്തിലെ സുഖങ്ങളെ എല്ലാം ചേർത്ത് വെച്ചാലും അതിനേക്കാൾ വലിയ സംതൃപ്തിയും സന്തോഷവും സുഖവും When നിങ്ങൾക്കുണ്ടാകും. you do what is right in front of God's eyes, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശരിയായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ you'll have peace. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. So how do we get filled with this Holy Spirit? അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിനാൽ The നിറയപ്പെടുക? Holy Spirit entered into you when you decided to give your life to Jesus to become a follower of Christ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായി തീരുന്നതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുവാൻ തീരുമാനിച്ച ഉടനെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. According to Romans 8:9, റോമർ 8:9 പ്രകാരം when we receive Christ in our lives, the Holy Spirit lives in us. നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. But that's not enough. എന്നാൽ അത് പോരാ. We need to continually ask God to lead us. നമ്മെ തുടർന്നും വഴി നടത്തുവാൻ നമ്മൾ ദൈവത്തോട് നിരന്തരമായി യാചിക്കണം. Ask the Holy Spirit to guide us and help us in all the things that God wants us to do. ദൈവം നമ്മോട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന സകല കാര്യങ്ങളും ചെയ്യുന്നതിനെ പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശവും സഹായവും ഉണ്ടാകുന്നതിനു വേണ്ടി ആത്മാവിനോട് യാചിക്കുവിൻ. As we grow as children of God, നമ്മൾ ദൈവത്തിന്റെ മക്കളായി വളരുമ്പോൾ we should allow the Holy Spirit to take control of more and more aspects of our lives every day. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ കൂടുതൽ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുവാദം We നൽകണം. cannot hold up on to our pleasures, hold on to our happiness and say, God lead me. നമ്മുടെ സുഖത്തെയും സന്തോഷത്തെയും മോഹങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമേ എന്നെ നയിക്കണമേ എന്ന് നമുക്ക് പറയാനാവില്ല. Hold on to our sin and say, God lead നമ്മുടെ me. പാപങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവേ എന്നെ വഴി നടത്തേണമേ എന്ന് നമുക്ക് പറയാനാവില്ല. We'll be standing in the same place അങ്ങനെയെങ്കിൽ നമ്മൾ നിന്ന സ്ഥാനത്ത് തന്നെ നിൽക്കേണ്ടി വരും. because we won't be open to what God actually wants us to do, because we are not willing to leave our flesh and our desires കാരണം behind. ദൈവം ആവശ്യപ്പെട്ടത് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മോഹങ്ങളെയും സുഖങ്ങളെയും വിട്ടുകളയുവാൻ നമ്മൾ തയ്യാറല്ല. In order for the Holy Spirit to lead us, we need to submit ourselves to His will. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുന്നതിനെ നാം ദൈവഹിതത്തിനായി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. When you do that, നിങ്ങളത് ചെയ്യുമ്പോൾ you will see how your life is changing in each and every step. ഓരോ അടി മുന്നോട്ട് വയ്ക്കുമ്പോഴും നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മാറുന്നതെന്ന് നിങ്ങൾക്ക് കാണാനാകും. When I first gave my life to Christ, I didn't fully understand about the Holy Spirit. ഞാൻ ആദ്യമായി എൻ്റെ ജീവിതം യേശുവിന് സമർപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. I thought I can just pray to Jesus, believe in Him and carry on with my life. യേശുവിൽ വിശ്വസിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ മതി എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു. I didn't think I needed the help of the Holy Spirit because I already had everything in my life. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണമെന്ന് ഞാൻ കരുതിയില്ല. കാരണം എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. But then life started to happen and എന്നാൽ ജീവിതത്തിൽ പലതും സംഭവിക്കുവാൻ ആരംഭിച്ചു. I started to face loneliness, ഞാൻ ഏകാന്തതയെ നേരിടുവാൻ തുടങ്ങി. failures in my life, ജീവിതത്തിൽ പരാജയങ്ങളെയും weakness, ബലഹീനതകളെയും hurt, വേദനകളെയും ഞാൻ നേരിടുവാൻ and I was തുടങ്ങി. also confused in some points in my life. ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. I desperately needed someone to guide me. ആരെങ്കിലും എന്നെ വഴി നടത്തണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. And as I started to mature in God by reading the Bible regularly, പതിവായി വേദപുസ്തകം വായിച്ച് ഞാൻ ദൈവത്തിൽ പക്വത പ്രാപിച്ചപ്പോൾ allowing God to direct my steps, എൻ്റെ പാതകളെ ക്രമപ്പെടുത്തുവാൻ ഞാൻ ദൈവത്തിന് അനുവാദം നൽകിയപ്പോൾ involving Him in everything that I did, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന സകല കാര്യങ്ങളിലും ദൈവത്തെ ഉൾപ്പെടുത്തിയപ്പോൾ I could realize that it was the Holy Spirit leading me, എന്നെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണെന്ന് എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു. giving me peace, എനിക്ക് സമാധാനം നൽകുന്നതും helping me to walk according to the truths that I would read in my Bible every day. ഞാൻ വായിച്ച സത്യത്തിനനുസരിച്ച് എന്നെ വഴി നടത്തുന്നതും പരിശുദ്ധാത്മാവാണെന്ന് എനിക്ക് തിരിച്ചറിയാനായി. What He would teach me would be so amazing. ദൈവം എന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ആശ്ചര്യകരമായ കാര്യങ്ങളായിരിക്കും.
something that I could not even imagine in my mind. എന്റെ മനസ്സിൽ എനിക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ദൈവം എന്നെ When I പഠിപ്പിച്ചിരുന്നത്. started my blog, he would teach me what to write. ഞാൻ എന്റെ ബ്ലോഗ് ആരംഭിച്ചു. എന്താണ് എഴുതേണ്ടതെന്ന് ദൈവം എനിക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നു. I started to write articles for young people based on my experiences and my learnings. എന്റെ അനുഭവങ്ങൾ അടിസ്ഥാനമാക്കി ഞാൻ യുവജനങ്ങൾക്ക് വേണ്ടി ഓരോരോ ലേഖനങ്ങൾ എഴുതുവാൻ ആരംഭിച്ചു. He would teach me what to write. കർത്താവ് എന്താണ് എഴുതേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചു. It would be so amazing how it aligns with the truths in the Bible. അത് വേദപുസ്തകത്തിലെ സത്യങ്ങളുമായി വളരെയധികം യോജിക്കുന്നത് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. I knew that it was not me, അതൊന്നും ചെയ്തത് ഞാനല്ലെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. but it was the Holy Spirit leading me. എന്നാൽ പരിശുദ്ധാത്മാവ് അത്തരമൊരു തലത്തിലേക്ക് എന്നെ വഴി നടത്തുകയായിരുന്നു. The Spirit of God, ദൈവത്തിന്റെ ആത്മാവ്, God Himself living in us. ദൈവം തന്നെ നമ്മിൽ വസിക്കുന്നു. What a joy it is to have Him living in us, the Almighty God living in us through His Spirit. തന്റെ ആത്മാവിലൂടെ സർവശക്തനായ ദൈവം നമ്മിൽ വസിക്കുന്നു. അതെത്ര സന്തോഷകരമായ അത്ഭുതകരമായ അനുഭവമാണ്. It is impossible to follow God without His Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവത്തെ അനുഗമിക്കുക എന്നത് അസാധ്യമാണ്. Without being led by Him. പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടാതെ. So we need to be filled with the Holy Spirit. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടത് ആവശ്യമാണ്. As He teaches us how to live our life. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതിനാൽ. He is the one who fills our heart with compassion. ആത്മാവാണ് മനസ്സലിവിനാൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്നത്. He is the one who fills us with peace. ആത്മാവാണ് സമാധാനത്താൽ നമ്മെ നിറയ്ക്കുന്നത്. He is the one who strengthens us when we are weak. ആത്മാവാണ് നമ്മൾ ബലഹീനരായി തീരുമ്പോൾ നമ്മെ ശക്തരാക്കുന്നത്. He is the one who helps us to remember the word of God when we are in trouble. നമ്മൾ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനം ഓർമ്മിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ആത്മാവാണ്. He even prays for us when we are not able to. നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. The Holy Spirit is the one who keeps us from sin. പരിശുദ്ധാത്മാവാണ് പാപത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്നത്. Do you need Him in your life? നിങ്ങൾക്ക് ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ടോ? How many of you want this Holy Spirit in your life? നിങ്ങളിൽ എത്ര പേർക്ക് പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ ആവശ്യമുണ്ട്? I see your hands. ഞാൻ നിങ്ങളുടെ കരങ്ങൾ കാണട്ടെ. Right now, will you stand up with me and ask Him to fill you? ഇപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുന്നതിന് വേണ്ടി ദൈവത്തോട് യാചിക്കുമോ? Tell Him, Lord, I don't want anything to separate me from your Holy Spirit. പറയുവിൻ, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ നിന്ന് യാതൊന്നും എന്നെ വേർപിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I don't want anything to come between me and you, Lord. കർത്താവേ, അങ്ങേക്കും എനിക്കുമിടയിൽ യാതൊന്നും വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Come and fill me, Lord. കർത്താവേ, അങ്ങ് വന്ന് എന്നെ നിറയ്ക്കണമേ. I want to leave all my sin behind. എനിക്ക് എന്റെ പാപങ്ങളെല്ലാം ഉപേക്ഷിക്കണം. All my pleasures behind. എനിക്ക് എന്റെ ലോകമോഹങ്ങളും സുഖങ്ങളും എല്ലാം ഉപേക്ഷിക്കണം. I want you to fill me, Lord. കർത്താവേ, അങ്ങ് എന്നെ നിറയ്ക്കണം. I give all my pleasures to you. ഞാൻ എന്റെ സന്തോഷങ്ങളെല്ലാം അങ്ങേക്ക് നൽകുന്നു. All my desires to you. ഞാൻ എന്റെ ആഗ്രഹങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. Fill me with your Holy Spirit so I know what your will is for my life. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങനെയെങ്കിൽ എന്റെ ജീവിതത്തിന് വേണ്ടിയുള്ള അങ്ങയുടെ ഹിതം എനിക്ക് Will മനസ്സിലാക്കാനാകും. you ask Him and will you speak to Him right now? നിങ്ങൾ ഇപ്പോൾ ദൈവത്തോട് യാചിക്കുമോ? ദൈവത്തോട് സംസാരിക്കുമോ? Ask Him, Lord, fill me. കർത്താവേ, എന്നെ നിറയ്ക്കണമേ എന്ന് നിങ്ങൾ യാചിക്കുവിൻ. I want your peace, Lord. കർത്താവേ, എനിക്ക് അങ്ങയുടെ സമാധാനം വേണം. I want your strength, Lord. എനിക്ക് അങ്ങയുടെ ബലം വേണം. I want your power, Lord. കർത്താവേ, എനിക്ക് അങ്ങയുടെ ശക്തി വേണം. I want your Holy Spirit. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം. Open your mouth and talk to Him. നിങ്ങൾ വായ് തുറന്ന് ദൈവത്തോട് സംസാരിക്കുവിൻ. He is here and ready to fill you. നിങ്ങളെ നിറയ്ക്കുവാൻ തയ്യാറായിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. All you need to do is ask Him. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, നിങ്ങൾ യാചിക്കണം. Even as I sing, you ask Him. ഞാൻ പാട്ട് പാടുമ്പോൾ നിങ്ങൾ ദൈവത്തോട് യാചിക്കുവിൻ. Holy Spirit, come fill me, Lord. പരിശുദ്ധാത്മാവേ, അങ്ങ് വന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. I pray that you will guide them every single day. അങ്ങ് ഓരോ കാര്യങ്ങളിലും അവരെ വഴി നടത്തുന്നതിനു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. And let them see Jesus in them, Lord.
കർത്താവെ, അവർ അവരിൽ യേശു ക്രിസ്തുവിനെ ദർശിക്കട്ടെ. And you work through them, Lord. കർത്താവെ, അങ്ങ് അവരിലൂടെ പ്രവർത്തിക്കണമേ. Thank you for moving in the midst of us, കർത്താവെ, ഞങ്ങൾക്കിടയിൽ അങ്ങ് പ്രവർത്തിക്കുന്നതിന് നന്ദി. filling each heart with your spirit. ഓരോ ഹൃദയത്തെയും അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കുന്നതിന് നന്ദി. Let it no longer be I, കർത്താവെ, ഇനി ജീവിക്കുന്നത് ഞാനായിരിക്കരുത്, but Jesus in me. യേശു ക്രിസ്തു എന്നിലൂടെ ജീവിക്കട്ടെ. Let this be the truth in each one of your അങ്ങയുടെ children. മക്കൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇത് ഒരു സത്യമായി തീരട്ടെ. Bless them, Lord. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.